ചോറിനോടൊപ്പം ഉപയോഗിക്കാവുന്നതും ഒരു മാസം വരെ യാതൊരുവിധ കേടും കൂടാതെ സൂക്ഷിക്കാവുന്നതുമായുള്ള ഒരു നാടൻ രീതിയിലുള്ള സമ്മന്തിപ്പൊടിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ സമ്മന്തിപ്പൊടി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു തേങ്ങ ചുരണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഏകദേശം 1 കപ്പോളം വരും. പിന്നീട് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചു കൊടുക്കുക. അതിനുശേഷം ചുരണ്ടി കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങ അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റ് സമയം ഇത് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതിനൊരു നേരിയ ബ്രൗൺ കളർ വരുന്നതായിരിക്കും. ആ സമയത്താണ് ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ഒരു തേങ്ങയ്ക്ക് ഒരു നേരിയ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനിയും ഒരു 3 മിനിറ്റ് സമയം വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഒരു മുളക് ഏകദേശം ഒരു പകുതി ഒന്ന് മൂത്ത് വരും. അങ്ങനെ പകുതി മൂത്ത് വന്നു കഴിയുമ്പോഴാണ് ഇതിനകത്തേക്ക് പിന്നീട് നമുക്ക് മറ്റ് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പം ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യാനുസരണമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വീണ്ടും നമുക്ക് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 1.5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ കുരുമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരും. അങ്ങനെ മൂത്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളി എന്ന് പറയുമ്പം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു സമ്മന്തിപ്പൊടിയുടെ ഒരു രുചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എരിവും പുളിയും അതുപോലെ തന്നെ ഉപ്പും ഇവയെല്ലാം കറക്റ്റ് പാകത്തിനാണെങ്കിലും പുളി ഒരു അല്പം മുന്നിട്ട് അതിൻ്റെ ആ ഒരു രുചി നിൽക്കുന്നതാണ് ഏറ്റവും സ്വാദിഷ്ടമായി ഇത് ഉപയോഗിക്കാൻ കഴിയുന്നത്. പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് സമയം ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടി എടുത്തിട്ടുണ്ട്. ഉഴുന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉഴുന്ന് പൊടിയല്ല ചേർത്ത് കൊടുക്കേണ്ടത്, ഉഴുന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒരു 1.5 മിനിറ്റ് സമയം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഉഴുന്നെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരും. നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതിയിലുള്ള സമ്മന്തിപ്പൊടി തയ്യാറാക്കി കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ വളരെയേറെ നല്ലതാണ്. കാരണം 1 മാസം വരെ യാതൊരുവിധ കേടും കൂടാതെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. കാരണം ഇത് അധികം അങ്ങ് മൂത്ത് പോകാനും പാടില്ല, എന്നാൽ അധികം മൂക്കാതിരിക്കാനും പാടില്ല. ഒരു കറക്റ്റായിട്ടുള്ള രീതിയിൽ വേണം ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. ഇപ്പം ഏകദേശം ഒരു കറക്റ്റായിട്ട് ഇതേ രീതിയിൽ മൂത്ത് വരണം. ഇനിയാണ് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് 1 മിനിറ്റ് സമയമാണ് നമുക്ക് ഇളക്കി കൊടുക്കേണ്ടത്. 1 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഈ ഉപ്പെല്ലാം ആ ഒരു മസാലയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടുന്നതാണ്. ഇപ്പം ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മസാലയ്ക്കകത്ത് ആ ഉപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ച് നമുക്കൊന്ന് കൊണ്ടുവരാം. പക്ഷേ ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരുപാട് സമയം മിക്സിയിൽ വെച്ച് അടിക്കരുത്. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എണ്ണമയം തെളിഞ്ഞു വരികയും നമ്മുടെ സമ്മന്തിപ്പൊടിയെല്ലാം കുഴഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് അടിക്കുന്നത് പ്രത്യേകിച്ച് അധികം സമയമൊന്നും വെച്ച് അടിക്കരുത്. ഒരു 2-3 സെക്കൻഡ് വെച്ച് ഒരു 2-3 പ്രാവശ്യമായിട്ട് വേണം ഇതൊന്ന് മിക്സിയിൽ വെച്ചൊന്ന് കറക്കിയെടുക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുഴഞ്ഞു പോവുകയും അത് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തീരുകയും ചെയ്യും. ചിലർക്കൊന്നും അങ്ങനെ കുഴഞ്ഞു പോകുന്ന സമ്മന്തിപ്പൊടി ഉപയോഗിക്കുന്നത് താല്പര്യം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പം നമ്മുടെ ആ ഒരു മസാലയെല്ലാം അതിനകത്തേക്കൊന്ന് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് കൊണ്ടുപോയി നമുക്കിത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഞാൻ അടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനകത്ത് അധികമൊന്നും കട്ട കെട്ടിയിട്ടില്ല.
ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഈർപ്പമൊന്നും ഇല്ലാത്ത വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പാത്രത്തിൽ ഇത് വെച്ച് അടച്ച് നമുക്ക് 1 മാസം വരെ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so.